രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന വിലയിരുത്തൽ. രണ്ടാഴ്ചക്കിടെ കൂടിയത് 8 രൂപയാണ്. പെട്രോളിന് ഇന്ന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 115.32 രൂപയും ഡീസലിന് 104.41 രൂപയുമാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നിട്ടും ആഭ്യന്തര വിപണിയിൽ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയതിനെ തുടർന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കുണ്ടായ വൻ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനാണ് ഇപ്പോൾ ഇന്ധനവില തുടർച്ചയായി പുതുക്കി നിശ്ചയിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ സൈനിക സംഘർഷങ്ങളും അതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പ്രശ്നങ്ങളുമാണ് ഈ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിലവിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് സംസാരിച്ച ONC ഡയറക്ടർ സുഷമ റാവത്ത് അവിടുത്തെ അനിശ്ചിതാവസ്ഥ കാരണം ക്രൂഡ് ഓയിൽ വില വിപണിയിൽ വലിയ രീതിയിൽ ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കി. എപ്പോഴൊക്കെ ഒരു സമാധാന കരാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ക്രൂഡ് ഓയിൽ വില കുറയാൻ തുടങ്ങാറുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന് ഉടനടി ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നതോടെ വില വീണ്ടും കുതിച്ചുയരുകയും ചെയ്യും. തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഇന്ധനവിലയിലെ ഈ കുതിച്ചുകയറ്റം വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്കാണ് വഴി തുറക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന വിലവർദ്ധനവ് സാധാരണക്കാരായ യാത്രക്കാർക്കും ഗതാഗത മേഖലയിലുള്ളവർക്കും വിവിധ വ്യവസായ സ്ഥാപനങ്ങൾക്കും വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നീണ്ട നാളത്തെ സ്ഥിരതയ്ക്ക് ശേഷം ഇക്കഴിഞ്ഞ മെയ് 16-നാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകളിൽ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയത്. ഇത് പൊതുജനങ്ങളെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം 2022 ഏപ്രിലിന് ശേഷം രാജ്യത്തെ ഇന്ധന നിരക്കുകൾ വലിയ മാറ്റമില്ലാതെ ഏറെക്കുറെ സ്ഥിരതയോടെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ്, അതായത് 2024 മാർച്ചിൽ ഇന്ധനവിലയിൽ ലിറ്ററിന് 2 രൂപയുടെ കുറവ് വരുത്തിയത് മാത്രമായിരുന്നു ഇതിലൊരു അപവാദം. പെട്രോൾ ഡീസൽ വിലകൾ ഇത്തരത്തിൽ തുടർച്ചയായി വർദ്ധിക്കുന്നത് ചരക്കു നീക്കത്തെയും ഗതാഗത ചെലവുകളെയും വലിയ രീതിയിൽ ബാധിക്കുമെന്നും ഇത് ഒടുവിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിലക്കയറ്റത്തിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.